ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു ജൂത പണ്ഡിതൻ, അദ്ദേഹം വലിയ എന്തോ ഒരു അറിയപ്പെടുന്ന ഒരാളാണ്, പേരെനിക്ക് ഓർമ്മയില്ല, ചരിത്രത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഏതാണ് ശരിയായ ദീന് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തത് തൗറാത്തിന്റെ ഒരു കോപ്പി എടുത്തു കയ്യിൽ, ഇഞ്ചീലിന്റെ ഒരു കോപ്പി എടുത്തു, ഖുർആന്റെ ഒരു കോപ്പി, ഇത് മൂന്നും എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്ത കാര്യം നടന്ന സംഭവം. അദ്ദേഹം ഒരു തൗറാത്തിന്റെ കോപ്പിയിൽ പ്രിന്റിൽ അദ്ദേഹം പല ഭാഗത്ത് പലതും മായ്ക്കുകയും പല ഭാഗത്തും പലതും കൂട്ടി എഴുതുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ സ്വയം. എന്നിട്ട് അദ്ദേഹം ഈ തൗറാത്ത് അധികം വിറ്റഴിക്കപ്പെടുന്ന ഒരു ലൈബ്രറിയിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഒരു സ്ഥലത്ത്, ദിമഷ്കിലാണെന്ന് എൻ്റെ ഓർമ്മ, ഇറാഖിലെ ഡമസ്കസ് എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെ കൊണ്ടുപോയിട്ട് അത് അവിടെ കൊടുക്കുകയും അവർക്കത് വിൽക്കാനോട് അവരോട് ആവശ്യപ്പെടുകയും, കുറച്ച് കോപ്പികൾ കൊടുത്തിട്ട് വിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അത് വിറ്റുപോയി. അത് വിറ്റുപോയി കഴിഞ്ഞിട്ടും അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരാളും ഒരു പരാജയമേ വന്നിട്ടില്ല. എന്ത്, ഇതിലിങ്ങനെ പ്രശ്നമുണ്ട്, ഇത് മാറ്റണം, ഇത് ഇങ്ങനെയല്ല, പ്രിന്റിങ് മിസ്റ്റേക്ക് ഉണ്ട്, എന്തെങ്കിലും പറഞ്ഞ് പരാജയമായിട്ട് ഒരാളും കുറെ കാലം കാത്തിരുന്നിട്ടും വന്നില്ല. അടുത്തത് ഇഞ്ചീൽ അതുപോലെ എടുത്തു, അതിലും ഇതുപോലെ ചെയ്തു. അതും ഇങ്ങനെ തന്നെ സംഭവിച്ചത്, ഒരാളും ഒന്നും പരാജയമായിട്ട് വന്നില്ല. പിന്നെ ഇദ്ദേഹം ചെയ്ത് ഖുർആനാണ്. പലതും ചെയ്ത് അവിടെ കൊണ്ടുപോയി വിൽക്കാൻ നോക്കി. അത് ആദ്യത്തെ കോപ്പി, ശ്രദ്ധിക്കണം, കുറെ കോപ്പികൾ മറ്റേതിൻ്റെയൊക്കെ വിറ്റുപോയി, എത്രയോ സമയം കഴിഞ്ഞിട്ടും ഒരു പ്രതികരണവും വരാത്തിടത്ത് ഖുർആനിന്റെ ഒന്നാമത്തെ കോപ്പി ആ ലൈബ്രറിയിൽ നിന്നും വിൽക്കപ്പെട്ടതിന് തൊട്ട് ശേഷം അടുത്ത ദിവസം എന്താണ് ആ വാങ്ങിച്ച ആൾ വന്നിട്ട് പറഞ്ഞു, ഇതെന്തൊക്കെയോ പ്രിന്റ് മിസ്റ്റേക്കുള്ള ഖുർആനാണ്, ഖുർആൻ ഇങ്ങനെ അല്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു. അതിൽ പിന്നെ ആ പണ്ഡിതൻ എഴുതിയ ആ കുറച്ച് കോപ്പികളുണ്ടല്ലോ, അതിൽ പിന്നെ ഒരെണ്ണം പോലും എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ആരും വാങ്ങൂല, ആരും വാങ്ങുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ ഖുർആൻ എന്ത് ചെയ്യാൻ സാധിക്കില്ല, മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് മനസ്സിലായി.